ഹായ് ഹലോ. ഇന്ന് നമുക്ക് ചപ്പാത്തിയുടെയും ചോറിനൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു വഴുതനങ്ങ ഫ്രൈഡ് റെസിപ്പി കാണാം കേട്ടോ. സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമാക്കി എന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള 2 വഴുതനങ്ങ എടുക്കാം കേട്ടോ. ആവശ്യത്തിന് നല്ല വലിപ്പമുള്ള വഴുതനങ്ങ കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു മുകൾ ഭാഗത്തുള്ള മുക്തി നമ്മൾ കളയുന്നില്ല കേട്ടോ. അത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതുപോലെ ഇങ്ങനെ അതിൻ്റെ ഉൾഭാഗത്തും കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ അതിലേക്ക് മസാല നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. പിന്നെ വഴുതനങ്ങയിൽ എന്തെങ്കിലും കേടോ കാര്യങ്ങളോ പുയോ ഉണ്ടെങ്കിൽ നമുക്കത് കാണാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ കട്ട് ചെയ്തിട്ടുള്ള വഴുതനങ്ങ ഇതുപോലെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഉൾഭാഗം നന്നായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതിൽ കേടോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. സാധാരണ നമ്മൾ വഴുതനങ്ങ ഒരു 3-4 എടുത്താൽ അതിൽ നമുക്ക് 1-2 അറ്റേ കിട്ടുള്ളൂ. കാരണം പെട്ടെന്ന് ഉൾഭാഗത്ത് കേട് വരുന്ന പുഴു വരുന്ന ഒരു സാധനമാണല്ലോ വഴുതനങ്ങ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിലെന്തെങ്കിലും കേടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് മനസ്സിലാവട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഉപ്പാട്ടോ. സാൾട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കൈ വെച്ചിട്ട് ഒന്ന് അതിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈ ഒരു ഉപ്പും മുളകൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഓരോ പീസ് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അതിൻ്റെ ഉൾഭാഗത്തേക്ക് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷം അതവിടെ നിൽക്കട്ടെ. അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു 5 മിനിറ്റിന് ശേഷം കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് വഴുതനങ്ങയുടെ ഓരോ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഒരു ഭാഗം ഒന്ന് ചൂടായി ഒന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ തിരിച്ചിട്ടെടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങ് കരിച്ച് മൊരിച്ചെടുക്കുന്നില്ല. നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് ഇതിൻ്റെ കളറൊന്ന് മാറി വരാൻ വേണ്ടി മാത്രം കേട്ടോ ഒന്ന് വെയിറ്റ് ചെയ്യുന്നത്. ചെറുതായിട്ടൊന്ന് കുക്കായിട്ടും കിട്ടിയാൽ മതി. ആ ഒരു സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായിട്ടും വന്നോളൂ കേട്ടോ. വഴുതനങ്ങയല്ലേ ആൾ. അപ്പോൾ അത് പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടിക്കോളും. അപ്പം നമ്മളിതിപ്പം തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് തുടങ്ങുന്ന ആ ഒരു പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിൽ മാറ്റി കൊടുത്തിട്ട് ബാക്കിയുള്ള 2 പീസും കൂടി ഇതുപോലെ നമുക്ക് കുറച്ച് എണ്ണ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഫ്രൈ ആക്കിയിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ വഴുതനങ്ങ ഇതുപോലെ വലിപ്പമുള്ള വഴുതനങ്ങ ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചെറുതാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ഉണ്ടാക്കിയിട്ടെടുക്കാൻ വേണ്ടി പറ്റുമേ. അപ്പോൾ നമ്മളിത് അതും കൂടി ഫ്രൈ ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതേ പാനിലേക്ക് തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും 2 മീഡിയം സൈസുള്ള സവാളയും നമ്മൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് വാടിയെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് കളറൊന്ന് മാറ്റിയെടുത്താൽ മതി കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. എന്നിട്ട് അതും കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ സവാള ഒന്ന് ഒതുങ്ങി വരട്ടെ. അപ്പോൾ ഇപ്പോൾ ഇതാ സവാളയൊക്കെ ഒന്ന് ഏകദേശം വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തക്കാളി കേട്ടോ. അപ്പോൾ ചെറുതാണെങ്കിൽ നമുക്ക് 2 എണ്ണമൊക്കെ എടുക്കാം. വലുതാണെങ്കിൽ 1 മതിയാവട്ടെ. അപ്പോൾ ഞാനിപ്പം വലുതായതുകൊണ്ട് തന്നെ 1 എടുത്തിട്ടുള്ളൂ. അത്യാവശ്യം നല്ല പഴുത്ത തക്കാളിയായിട്ട് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് 1-2 പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. 1/4 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു പച്ചമണം ഉണ്ടാവുമല്ലോ, അതൊന്ന് മാറി കിട്ടുന്നവരെ ഒന്ന് ഇതുപോലെ ഇങ്ങനെ ഇളക്കിയെടുക്കാം ലോ ഫ്ലെയിമിൽ. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. സവാള നമ്മളിങ്ങനെ മാറ്റിയെടുക്കുന്ന സമയത്ത് ഫുൾ ഫ്ലെയിമിലാക്കിയിട്ട് മുരിച്ച് നല്ല കളറൊന്നും മാറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് കടിക്കാൻ കിട്ടണം. അതാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇട്ടൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വാട്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് കളർന്ന് മാറിയതാ ഈ ഒരു ഭാഗത്തിനായാൽ മതി കേട്ടോ. തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. പച്ചമുളകിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുന്നുണ്ട്. ഈ ഒരു സമയത്താട്ടോ നമ്മളിതിലേക്ക് പൊടികൾ ചേർക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് 1 ടീസ്പൂണും കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ നിങ്ങൾ സാധാ മുളക് പൊടി ചേർക്കുന്നതാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ എരിവ് കൂടിപ്പോവും കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂണോളം ഗരം മസാല ചേർക്കുന്നുണ്ട്. ഒരു പിഞ്ച് കുരുമുളകും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. പെപ്പർ പൗഡർ അതും കൂടി ചേർത്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് ഈ ഒരു പൊടികളുടെ പച്ചൊരു മണം ഉണ്ടാവുമല്ലോ, ആ ഒരു സ്മെല്ലൊന്ന് മാറി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചെടുക്കണേ. അപ്പോൾ ഇപ്പം നമ്മളിത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു പൊടിയുടെ പച്ചമണം ഉണ്ടാവുമല്ലോ, ഗരം മസാലയുടെ മുളക് പൊടിയൊക്കെ പച്ചമണം നന്നായിട്ട് മാറി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാം കേട്ടോ.
ഇപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ പച്ചവെള്ളം ചേർക്കരുത്, ചൂടുവെള്ളം തന്നെ ചേർക്കണേ. 1/4 കപ്പാട്ടോ ചേർക്കുന്നുള്ളൂ, ഒരുപാടൊന്നും ചേർക്കുന്നില്ല. 1/4 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നിങ്ങനെ ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മളെ വഴുതനങ്ങ ഉണ്ടല്ലോ, അത് ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലാട്ടോ വേവിക്കേണ്ടത്. ലോ ഫ്ലെയിമിൽ 1 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു സൈഡ് 1 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് നോക്കിയിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ ഒന്ന് അതിലേക്ക് വെച്ചിട്ടുണ്ട്, അടച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വഴുതനങ്ങൻ്റെ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ ഈ ഒരു സമയം കൊണ്ട്. ഇനി നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു സൈഡും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കുക്കാക്കിയിട്ട് എടുക്കാം കേട്ടോ. അത് ഇതുപോലെ നമ്മൾ അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അടച്ച് വെച്ചിട്ട് 1 മിനിറ്റോളം വെച്ചാൽ മതി, ഒരുപാട് സമയം വെക്കണ്ട. ആ ഒരു സമയം കൊണ്ട് നന്നായിട്ട് ഇത് കുക്കായിട്ട് കിട്ടിക്കോളും. വെന്ത് ഒടിഞ്ഞ് പോകാനും പാടില്ല, എന്നാൽ നന്നായിട്ടൊന്ന് കുക്കായിട്ട് കിട്ടുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ 2 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ടത് കുക്കായിട്ട് വന്നോളും. നമ്മൾ വീണ്ടും അടച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ടോട്ടൽ. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള വഴുതനങ്ങ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ മസാലയൊക്കെ വെച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കറിവേപ്പില ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും ചേർത്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും വരെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള നമ്മൾ വഴുതനങ്ങ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ.